ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇസബൽ, ഞങ്ങളുടെ ആദ്യത്തെ രാജകുമാരി. ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ആദ്യത്തെ പെൺതരിയാണ് കേട്ടോ ഇവളെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് 2019 2020 ഇവളുടെ ഡെലിവറി ആവുന്നത്. 2020 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോവിഡ് കണ്ടെയ്ൻമെൻറ്റ് സോണ്, പിന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ പോകണമെങ്കിൽ തന്നെ പെർമിഷൻ എടുക്കണം. അങ്ങനെ കുറേ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലഘട്ടമായിരുന്നു ഇവളുടെ പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ. നമുക്കങ്ങനെ വിചാരിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് പുറത്തു പോകാനോ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് നല്ല വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വൊമിറ്റിങ്ങും ഒരു 6 മാസം വരെ വൊമിറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡെലിവറിക്ക് വീട്ടിൽ പോകണം, നമ്മുടെ മമ്മിമാരൊക്കെ ഉണ്ടെങ്കിൽ മമ്മിയുടെ അടുത്ത് പോകണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ആദ്യം തൃശ്ശൂരാക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് നിർബന്ധമായിരുന്നു, എനിക്ക് മമ്മിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്ത് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുക്കണമായിരുന്നു. അപ്പം പോകണമെങ്കിൽ, ജില്ല മാറി പോകണമെങ്കിൽ പെർമിഷൻ എടുക്കണം. അങ്ങനെ പെർമിഷനൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി. വീടിനടുത്തുള്ള മേരിഗിരി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ കാണിച്ചിരുന്നത്. ഒരു തവണ അവിടെ ചെക്കപ്പിന് പോയി, രണ്ടാമത്തെ ചെക്കപ്പിന് പോകേണ്ടി വന്നില്ല. അതിന് മുന്നേ തന്നെ ഡെലിവറി ആയി കേട്ടോ. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ചെക്കപ്പിന് പോകാൻ പറഞ്ഞിരുന്ന ദിവസത്തിൻ്റെ അന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ ഡെലിവറി ടേബിളിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുക, മോളാണ് കേട്ടോ എന്ന്. ഞാൻ മോളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി പോയി. കാരണം ഇവിടെ 3 ആൺകുട്ടികളാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ മമ്മിയൊക്കെ പണ്ട് പറയുമായിരുന്നു, ഇവിടെ ആടിനും പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എല്ലാ ആൺകുട്ടികളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളും പറയുമായിരുന്നു, നമുക്ക് ഇനി പെൺകുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, ആൺകുട്ടികളല്ലേ ഇവിടെ എല്ലാം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പെൺകുട്ടിന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം. അപ്പോൾ ഡോക്ടർമാർ വിചാരിച്ചു എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ലേ, ഞങ്ങളുടെ ആദ്യത്തെ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു അവരോട്. അപ്പോഴാണ് അവരോർത്ത് ഇതെന്താണാവോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ രാജകുമാരിയാണ് അവൾ. അപ്പോൾ ഞങ്ങളുടെ രാജകുമാരിയായിട്ട് ഇങ്ങനെ നടക്കുക അവളിപ്പോൾ. ഇവൾക്ക് താഴെ ഒരു അനിയനും ഉണ്ട്, ഒരനിയത്തിയും ഉണ്ട്, ഒരു ചേട്ടനും ഉണ്ട് അവൾക്ക്. അങ്ങനെ ഞങ്ങളുടെ രാജകുമാരിയായിട്ട് അവൾ വാഴുവാണ്.